വെറുതെ മുട്ട അടിച്ച് ഞാൻ തന്നെ ഇന്നണ്ട വരുന്നതാണ്. ഒരു മനുഷ്യൻ പോലും ഇല്ല. രാവിലെ ഒരേ ഈറ്റ വന്നിട്ടുണ്ട്. ചേട്ടാ ഓ കഴിക്കാന്നുണ്ട്. കഴിക്കാൻ പുട്ടുണ്ട്. പുട്ടുണ്ടോ? ഉണ്ട്. പുട്ടുണ്ടല്ലേ? കോഴിയുണ്ടോ? കോഴി പിന്നെ കോഴി ഉണ്ടോന്നോ? കോഴിയുണ്ടോ? ഉണ്ട്. അപ്പൊ പുട്ടുണ്ട്, കോഴിയുണ്ട്. ഉണ്ട്. ഒരു പണി, ഒരു 2 കഷ്ണം പുട്ടെടുത്ത് കോഴിക്ക് ഇട്ട് കൊടുക്കുക. അത് പട്ടണയാൻ തോന്നുന്നു, വല്ലാതെ നിൽക്കുന്ന കോഴി. അല്ലേട്ടാ, ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞേ. ദോശ ഉണ്ടല്ലേ? കറി എന്താണ്? കറി ബീഫുണ്ട്. ബീഫുണ്ടോ? ബീഫൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ടല്ലോ. വേറെ എന്തെങ്കിലും കറി ഉണ്ടോ? വേറെ ബീഫായിട്ട് പിന്നെ കടലയൊക്കെ ഉണ്ട്. അല്ല ഉണ്ടല്ലേ? ഒരു പണി ചെയ്തേ, ഒരു 4 ദോശ. 4 ദോശ. ഒരു 4 ദോശ, ഒരു ഇറച്ചിക്കറി എടുത്ത് കഴിക്കട്ടോ. ചേട്ടന്റെ കടയല്ലേ, ചേട്ടൻ ആരെ പേടിക്കാനാ? ഒന്ന് പൊക്കടാ. എടാ, ഞാനിവിടെ രാവിലെ മുതൽ കടയിൽ നിന്റെ ഇളിച്ച തമാശയാക്കാൻ ഏതായാലും വന്നല്ലോ. ഒരു പരിപ്പട ചേട്ടാ. ഈ പരിപ്പടക്കകത്ത് മുടിയിരിക്കണം. മുടിയിരിക്കണം ഈ പരിപ്പടക്കകത്ത്. എടാ, 1 രൂപയുടെ പരിപ്പടക്കകത്ത് മുടിയല്ല, നിനക്ക് മൈൽപ്പീരിയാൻ വെച്ച് തരാം. ഒന്ന് പൊക്കടാ എടുത്തു. മനുഷ്യ ചിറ്റിക്കാനായിട്ട് രാവിലെ ഇറക്കിയോളൂ. അങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് മാത്രമേ അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ അറിയാവുള്ളൂ. ആംബ്ലേറ്റ് ഉണ്ട്. ആംബ്ലേറ്റാ? ഈ പെണ്ണുങ്ങളുടെ പട്ടത്തില് പുട്ടുവിടുന്ന പോലത്തെ ഒരു സാധനം, മുട്ട പൊടിച്ച്. ഓ, ഓംപ്ലേറ്റ്. ഓംപ്ലേറ്റ് ഇല്ല, ഓംപ്ലേറ്റ് ഉണ്ട്. ഉണ്ട്. എന്നൊരു കട്ടൻ ചായ എടുക്ക്. ഒന്ന് പൊക്കെ. രാവിലെ കളിയാക്കാൻ ഇറങ്ങിയാണോ? ഓ, കട്ടൻ ചായ എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലും പുട്ടുംകടല. ഇവിടെ പുട്ടുംകടല വല്ല ഉണ്ട്? പുട്ടുംകടലൊക്കെ ഉണ്ട്. കാശൽ അങ്ങനെ പറയരുത്. എന്നോട് അങ്ങനെ പറയരുത്. ഒറ്റ കടിയെന്നല്ല ഞാൻ തനിക്ക് തരാൻ പറ്റി തരാമെന്ന് പറഞ്ഞവരോട്. അമ്മയുടെ ഞാൻ ഐഷാനെറ്റ് ടിവിയിൽ നിന്നും ദിം തരികിടതം എന്ന പ്രോഗ്രാമിന് വരുവാണ്. കൈ കൊടുക്ക്. അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ. ചേട്ടൻ കണ്ടിട്ടുണ്ടാവുമല്ലോ? കണ്ടിട്ടില്ലേ? അതെ, വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ശരി. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ചേട്ടന് തട്ടുകടയല്ലേ അത്? അതെല്ലേ? അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറഞ്ഞാൽ ഈ എപ്പിസോഡിലെ തിം തരികിടതവും ചേട്ടനായിരിക്കും. എങ്ങനെ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡിലെ തിം തരികിടതവും ചേട്ടനായിരിക്കും. അതെ. ഓക്കെ, ശരി. ഉണ്ടോ? സമ്മാനങ്ങൾക്ക് ഇഷ്ടംപോലെ സമ്മാനങ്ങളുണ്ട്. ചേട്ടൻ തയ്യാറാണല്ലോ? ശരി, ചോദ്യം തുടങ്ങാം. ഇതെല്ലാ കാര്യങ്ങളും ക്യാമറയിൽ വരുന്ന സാധനമാണ്. ലൈവ് പ്രോഗ്രാമാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ ചേട്ടൻ ചുട്ടുകൊണ്ടിരിക്കുന്ന ദോശയല്ലേ? ദോശയല്ലേ? അപ്പൊ ഈ ദോശ മറിച്ചിടുന്നത് എന്തുകൊണ്ടാണ്? ചട്ടം കൊണ്ട്. അതെല്ലാവർക്കും അറിയാലോ. സോറി. ഒന്നുകൂടെ ആലോചിക്കാം. ഞാൻ പറയാം. അതിന് ദോശക്ക് മറിഞ്ഞു കിടക്കാൻ പറ്റാത്തോണ്ടല്ലേ ഇത്? ബലം പിടിക്കണെന്തിരാ? അത് ശരി. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുവാണ്. ഈ ദോശയ്ക്ക് ദോശ എന്ന് പേര് വരാൻ കാരണം എന്താണ്? ദോശയ്ക്ക് ദോശ എന്ന് പേര് വരാൻ കാരണം എന്താണ്? ദോശക്ക് പിന്നെ ദോശ എന്നല്ലാണ്ട് പിന്നെ മൂസ എന്നിടാൻ പറ്റുമോ? ഉത്തരം പൂർണ്ണമായും ശരിയല്ല. ഞാൻ പറയട്ടെ. ഇപ്പൊ ദോശക്ക് ദോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? രണ്ട് പറഞ്ഞെന്താ? ദോശ എന്ന് പറഞ്ഞ 2. ദോശ എന്ന് 2 പ്രാവശ്യം മറിച്ചിടും. താങ്കൾ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമാണ്. ഈ എപ്പിസോഡിലെ തിം തരികിടതവും താങ്കളാണ്. അതെ, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുവാണ്. ചേട്ടനെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരാളാണ്. ചേട്ടന് നല്ല കഴിവൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും. എൻ്റെ ഞാൻ പണ്ട് കുറച്ച് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടിയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഭമോക്കു എന്ന് പറഞ്ഞാൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി. അത് ശരി. അതെ, താങ്കൾ വേറെ എന്തൊക്കെ ചെയ്യും? താങ്കളുടെ പേരെന്താണെന്ന് പറയാം. ഞാനിപ്പോ കുച്ചിപ്പുടിയിൽ ഞാൻ ചെയ്യുന്നത് ഇപ്പോ ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു സ്റ്റെപ്പ് ഞാൻ അതിന്റെ കാണിച്ചിട്ട് ഞങ്ങൾ കുച്ചിപ്പുടി ചെയ്യുന്നത്. ഗ്ലാസ് പൊട്ടിക്കില്ല കേട്ടോ. ഇത് കുച്ചിപ്പുടിയുടെ ചെറിയ സ്റ്റെപ്പാണ്. ഇത് തന്നെ മറിച്ചൊരു സ്റ്റെപ്പ് ഉണ്ട്. കണ്ടില്ല? കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്. അതെ, ഞാൻ ഒരു കാര്യം. മയിലാട്ടമുണ്ടോ? കാർമുകിൽ വർണ്ണ കരിമുകിൽ വർണ്ണ മുരളീലോല എന്റെ ഇത് കണ്ടു എനിക്ക് പേടിയാവും.
അത് ശരി. അതെ, താങ്കളുടെ കയ്യിൽ വ്യത്യസ്തമായ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. പിന്നെ അമ്മ പഠിപ്പിച്ച കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. എന്ത്? ഒരു മിനിറ്റ്. ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾ ഈ വിലയേറിയ സ്റ്റെപ്പുകൾ ഒന്ന് കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് മാറ്റിപ്പിടി. കാളിന്തി തീരം തന്നിൽ നീ എനിക്ക് പറ്റില്ല. കാണിക്ക വേഗം ആട്ടെ, എനിക്ക് കടയുള്ള. കാളിന്തി തീരം തന്നിൽ നീ വാ കായാമ്പൂ വർണ്ണ കണ്ണ കാളിന്തി തീരം തന്നിൽ. എന്ത് വൃത്തികേടോടെ ചെയ്യണേ. ആടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങളുടെ ഈ ചാനലിൽ വാർത്ത വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളുടെ ആവശ്യമുണ്ട്. അപ്പൊ ഈ തിം തരികിടതം എന്ന പ്രോഗ്രാമിന് വേണ്ടി താങ്കൾ ഒരു വാർത്ത വായിക്കുകയാണ്. ഈ വാർത്ത വായിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ദയവായി ഒന്ന് കാണിക്കണം. വാർത്ത വായിക്കാം, പക്ഷെ എനിക്ക് വാർത്ത വായിക്കണമെങ്കിൽ എനിക്കൊരു തോർത്ത് വേണം. എന്തിനാണോ തനിക്ക് തോർത്ത്? ഓർത്തോർത്ത് വായിക്കാനാ. തോർത്ത് കൊടുക്കണോ? തോർത്ത് കൊടുക്കും. കടയിൽ വന്നിട്ട് തോർത്തും കൊടുക്ക്. മറന്നുപോയി. വാർത്തകളൊന്ന് വായിച്ചു. ആകാശവാണം വാണോ? ആകാശവാണി വിശ്വനാഥ്. വാണി വിശ്വനാഥല്ല, ആകാശവാണി അങ്ങനെ പറയും. ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോട്, കൊല്ലം. വാർത്തകൾ വായിക്കുന്നത് സുജീവൃതൻ. കട്ടപ്പനയിലുള്ള കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ ചായക്കടയിൽ ഒരു പല്ലി ചത്തു വീണ് കിടക്കുന്നത് കൊണ്ട് അയാളുടെ ചായക്കടയിൽ ആരും പോകരുതെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. അത് ശരി. ഞാൻ കാണിച്ചു തരാട്ടോ. അപ്പൊ ചേട്ടാ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കൊടുക്കുവാണ്. ദൈവമേ, രാവിലെ പോലെ കടയിലായിട്ട് Excuse me, gentlemen. ഇതെന്നാ 63 തരം തട്ടുദോശകളോ? 63? അയ്യോ, 36 തരം. എക്സ്ക്യൂസ് മീ, ഒരു ഓംലെറ്റ് ഉണ്ടോ ഇവിടെ? ഓംലെറ്റ് പിന്നെ ഓംലെറ്റ് ഉണ്ടോ? ഓംലെറ്റ് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കും. ഒരു മുട്ട അല്ലേ? അത് ഡബിൾ ആക്കൂ. അത് ഡബിൾ ആക്കണം. രണ്ടെണ്ണം. അത് ഒരു 3 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാനത് ഒഴിക്കും. 3 മുട്ട പൊട്ടിച്ചൊഴിക്കും. അതിനകത്ത് ഉള്ളി മുളകൊക്കെ ഇട്ടിട്ടുണ്ടോ? സാൾട്ട് ഉണ്ടോ? സാൾട്ട് നല്ല മുട്ടയെ ഫാൾട്ട് ഇല്ല. അല്ല, സാൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ്. ഉപ്പുണ്ട്. കുറച്ച് ഉപ്പിട്ടുള്ളൂ. കുറച്ച് ഒരു 1/2 കിലോ ആയിക്കോട്ടെ. 1/2 കിലോ ഇട്ടോളൂ. 1/2 കിലോ ഉപ്പ്. അതിൽ 1/2 കിലോ ഉപ്പിടൂ. 1/2 കിലോ ഉപ്പിട്ടു. എന്നാ പരിപാടി? പെപ്പർ ഉണ്ടോ? പെപ്പർ ഇന്നത്തെ പേപ്പറാണെങ്കിൽ തരാം. അതല്ല, കുരുമുളക് പൊടി. ഉണ്ട്. കുറച്ചത് ഇട്ടോളൂ. കുറച്ച് കുരുമുളക് പൊടിയാ? ഇതല്ലേ പാക്കറ്റ് കംപ്ലീറ്റ് അതിനകത്ത് ഇട്ടോളൂ. അത് മുഴുവൻ അതിനകത്ത് ഇട്ടോളൂ. എക്സ്ക്യൂസ് മീ, മഞ്ഞപ്പൊടി ഉണ്ടോ? മഞ്ഞപ്പൊടി. അയ്യോ, മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാറില്ല. അല്ല, എന്റെ ഓംലെറ്റിൽ മഞ്ഞപ്പൊടി ഇടണം. അതിപ്പോ എവിടെ ഞാൻ മഞ്ഞപ്പൊടി തീർന്നു പോയി. ഇല്ല, നെറ്റിയിൽ കുറിയില്ലേ? കുറി അത് രാവിലെ തൊട്ടല്ലേ? തൽക്കാലത്തേക്ക് ഈ മഞ്ഞപ്പൊടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് ഇട്ടോളൂ. ഇട്ടോളൂ. ഇളക്കൂ. നല്ലവണ്ണം ഇളക്കൂ. കുറച്ച് പഞ്ചസാര ഇതിനകത്തേക്ക് ഇടും. ഓംപ്ലേറ്റ് പഞ്ചസാര ആരെങ്കിലും ഇടുക സാറേ? ഓംലെറ്റ് പഞ്ചസാര ഇടില്ല. പഞ്ചസാരയിലേക്ക് ഓംലെറ്റ് ഇട്ട് ഇളക്കൂ. ചെയ്യൂ. തുടങ്ങട്ടെ. വർക്ക് നടക്കട്ടെ. പട്ടിക്കാട്ടമുണ്ടോ? ഉണ്ട്. എല്ലാവരുടെ പട്ടിക്കാട്ടം. പട്ടിയുടെ കാഷ്ടം. ഒന്നറിയിക്കണം. മനുഷ്യൻ തെറ്റിക്കാനായിട്ട് രാവിലെ